Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ന്യൂസ് ഒന്നും കണ്ടില്ലല്ലോ. എന്തൊക്കെ ആയിരിക്കും? എന്താ ഓണാവാത്തത്? ഓണെന്താ? ഓണായല്ലോ. നിങ്ങൾ എല്ലാവർക്കും ലോൺ തീർച്ചയായിട്ടും കിട്ടും, അതും 0% ഇൻട്രസ്റ്റിൽ. നിങ്ങളുടെ വീട് പുതിയതാക്കൂ, ലോൺ മാത്രം വാങ്ങിയാൽ മതി. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാവുന്നേ. പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ പഴയ വീട്? നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 420420420. കൊള്ളാലോ, ഇത് വളരെ നല്ലൊരു സംഭവമാണല്ലോ. ഇതിപ്പൊ തന്നെ 10 ലോനെ വിളിച്ച് പറയട്ടെ. ഞങ്ങളിൽ ലോൺ വാങ്ങിച്ച് ഈ വീട് വേഗം നന്നാക്കാവല്ലോ. ലോൺ കൊള്ളാലോ, ലോണുകാരൊക്കെ വീട്ടിന് പുറത്ത് വന്നു നിൽപ്പുണ്ടല്ലോ. അതെ അതെ, ലോണുകാരൻ ചേട്ടാ, ഞാൻ പറയട്ടെ, ഇതാണ് എന്റെ വീട്. ഇനി പറയൂ, ഈ വീടിന് ഏകദേശം എത്ര ലോണ് കിട്ടും? ഈ വീട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 200 lakhsന് ലോൺ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ 10 ലക്ഷം തിരിച്ചു തന്നാൽ മതി, അതും 0% ഇൻട്രസ്റ്റിൽ. എന്താ, ഓക്കെ അല്ലേ? ശരി, എന്നാ ഇപ്പൊ ഈ ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യ്. ഒരു തവണ നന്നായിട്ട് പഠിച്ചു നോക്കിക്കോ. ശരിയാണ് ശരിയാണ് ശരിയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ടിവിയിൽ പറഞ്ഞത്. എനിക്കൊട്ട് സമയമില്ല മുഴുവനും പഠിക്കാൻ. സൈൻ ചെയ്തേക്കാം. ഇവിടെ സൈൻ ചെയ്താൽ മതി. 2 ദിവസത്തിന് ശേഷം നിങ്ങളുടെ വീട് തേടി പണം എത്തും. എന്താ, ഓക്കെ അല്ലേ? സോറി, ഞാൻ പേന എടുത്തിട്ട് വരാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, 10 ലോനോട് പറയണമല്ലോ. അവനെന്ത് കേട്ട ഉടനെ സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കും. അതെ മോട്ടു, എവിടെ പോയി? ലോൺ തരാന്ന് പറഞ്ഞ ആള് 10 ദിവസം ആയല്ലോ. 2 ദിവസത്തിൽ വരാന്നല്ലേ പറഞ്ഞത്? എവിടെ പോയി അവൻ? എടോ, എവിടെ പോയി തന്റെ ലോൺ ചേട്ടൻ? എത്ര നേരമായി കാത്തിരിക്കുന്നു. എനിക്കും ലോൺ ആവശ്യമുണ്ട്. വന്നല്ലോ. ഇതാണ് എന്റെ ലോൺ ചേട്ടൻ. മോട്ടോജി, നിങ്ങൾ എങ്ങോട്ടാ പോയത്? നിങ്ങളെ കുറെ നേരമായിട്ട് ഞാൻ തിരയുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? 10 ദിവസത്തിനകം 20 ലക്ഷം രൂപ തരാന്നല്ലേ? ഇപ്പൊ 10 ദിവസം ആയല്ലോ. 20 ലക്ഷം രൂപ തിരിച്ചു തരാമെന്നോ? അല്ല, അതിന് നിങ്ങൾ 20 ലക്ഷം രൂപ എനിക്കെപ്പോഴാ തന്നത്? 10 ദിവസം മുന്നേലും ഞങ്ങളുടെ ബോസ് നിങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നത്. ഈ പേപ്പേഴ്സ് നോക്ക്, ഇതിൽ നിങ്ങളുടെ സൈൻ പോലും ഉണ്ട്. എല്ലാവരും നോക്ക്. നോക്ക് നോക്ക് നോക്ക്, എല്ലാവരും നോക്ക്, നല്ലപോലെ നോക്ക്. നല്ലോണം തുറച്ചു നോക്ക്. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ 20 ലക്ഷം രൂപ AD ലോണിന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. 10 ദിവസത്തിനകം ഞാനത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ സ്ഥലം ഇവർക്ക് ഞാൻ എഴുതി കൊടുക്കും. ഒരുപക്ഷെ അതുകൊണ്ട് മതിയായില്ലെങ്കിൽ ബാക്കി തുക എന്റെ ഫ്രണ്ട്സ് ഇവർക്ക് കൊടുത്തു തീർക്കും. സ്നേഹപൂർവം, മോട്ടു. നീ ഇതെന്താണ് ചെയ്തത് മോട്ടു? ഞാനും ഈ പ്രശ്നത്തിൽ പെട്ടുപോയല്ലോ. എന്താ എഴുതിയത്? ഒന്നും എഴുതിയിട്ടില്ല. എനിക്കൊന്നും അറിയില്ല സാറേ, ഇത് കള്ളമാണ്. ഞാനൊരു സൈനും ചെയ്തിട്ടില്ല. ഇത് പിടിച്ചോളൂ. നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തന്നുകൊണ്ടേയിരിക്കും. ഇന്നാ പിടിച്ചോളൂ. ഇതും വെച്ചോളൂ. പിടിച്ചോളൂ, എല്ലാം പിടിച്ചോളൂ. വേണമെങ്കിൽ ചോദിക്കൂ, ഞാൻ എല്ലാം തരാം. കുറെ തരാം, മേടിച്ചോളൂ. അതെ ചികം സാറേ, എവിടെ പോയി? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ലീഗൽ ഡോക്യുമെന്റ് ആണ്. നോക്ക് മോട്ടു, നീ പൈസ തിരിച്ചു കൊടുത്തേ മതിയാവൂ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്യുമെന്റ് വായിച്ചിട്ട് ഒപ്പിടേണ്ടതായിരുന്നു നീ. ഒരു പക്ഷെ നിങ്ങൾ തന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് തരേണ്ടി വരും. അതായത് ഈ ചായക്കട ചേട്ടനെ പോലെ. അതേ മോട്ടു, നീ വെളിയിറങ്ങി പൊക്കോണം. എന്റെ പൈസ ഞാൻ കൊടുക്കൂല. വെളി പൊക്കോണം ഉടനെ. ഞാൻ എല്ലാവരും പറഞ്ഞേക്കാം, ഞാൻ ഇയാളുടെ ഫ്രണ്ടല്ല, ഞാൻ ഇയാളുടെ കൂട്ടുകാരനെ അല്ല. എടോ, നീ എന്നെ കുറിച്ച് എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? എന്റെ പുറകിൽ ആരുമില്ലെന്നോ? എനിക്കെന്നും എന്റെ കൂട്ടുകാരന്റെ പുറകിൽ തന്നെ ഉണ്ടാകും. സംശയമുണ്ടെങ്കിൽ നീ എന്റെ പുറകിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്.
ഇത് ഞാനല്ല, ആള് മാറിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല. എങ്ങനെയെങ്കിലും ലോൺ പൈസ അടയ്ക്കാൻ നോക്ക്. അതും ഇന്ന് ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. പത്ലു സോറിയടാ. ഞങ്ങൾ വീട്ടിലില്ലെന്നോ? ഇതെന്താണ്? ഇവര് നേരത്തെ പോയി കളഞ്ഞോ? പത്ലു വാതിൽ ചവിട്ടി പൊളിക്ക്. തീർച്ചയായിട്ടും അവന്മാരകത്തുണ്ടോ? പൊളിക്ക്. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പിടിച്ചോളൂ. ഞങ്ങള് നിങ്ങളുടെ കൂട്ടുകാരല്ല, 10 പൈസ തരില്ല. ഞങ്ങള് കൂട്ടുകാരില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ നിക്ക. എനിക്കൊന്ന് തല്ലണം. അവിടെ നിക്കാൻ. പത്ലു എന്നെ ഇങ്ങോട്ടേക്ക് എന്തിനാ കൊണ്ടുവന്നത്? മോട്ടു, എനിക്ക് തോന്നുന്നത് ഇതും ജോണിന്റെ കളി തന്നെയാണെന്നാ. ആ ലോൺകാരന്റെ മോഹം കണ്ടില്ലേ? അത് കാണാൻ ജോണിനെ പോലെ തന്നെ ആയിരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. ഓക്കേ. ഞാൻ മോട്ടു പത്ലുവിനെ ഒരു വഴിയാക്കി. ഞാൻ ഇനി അവരെ ഈ നഗരം വിട്ട് പുറത്താക്കാൻ പോവുകയാണ്. ഇനി അവരുടെ ശല്യം ഉണ്ടാകില്ല. അത് ശരി. അപ്പൊ ഇതാണ് കാര്യം. ഇനിയിപ്പോ എന്താ ചെയ്യാ പത്ലു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. നമുക്ക് ഡോക്ടർ ജഡ്കയോട് സഹായം ആവശ്യപ്പെടാം. ഓഹോഹോ, ആരാ ഇത്? നമ്മളെ പോലെ ലോൺ കൊടുക്കാൻ വന്നിരിക്കുകയാണോ? സർ, എന്ത് ലോണാണ് നിങ്ങൾ തരുന്നത്? എനിക്ക് വീട് കെട്ടേണ്ടതുണ്ട്. എനിക്ക് നിങ്ങൾ എത്ര ലോൺ തരും സർ? ഞങ്ങൾ 500 ലക്ഷം മുതൽ 500 കോടി വരെ ലോൺ തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അത് എങ്ങനെ തിരിച്ചു തരും ഞങ്ങൾക്ക്? അത് ഞാൻ ഒരു ദിവസം എത്ര കൊള്ളയടിക്കുന്നോ അത് ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത്. എന്താ പറഞ്ഞ നിങ്ങള്? കൊള്ളയടിക്കുമെന്നോ? എന്ത് ധൈര്യം നിങ്ങൾക്ക്? അതായത് ഒരു ദിവസം എത്ര ഇൻകം വരുന്നോ അതിനെ നമ്മൾ എത്ര ചെലവ് ചെയ്യുന്നോ അത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ വന്നത്. വേറെ ഒന്നുമല്ല. 10 ഇൻസ്റ്റാൾമെന്റിൽ തിരിച്ചു തരുമെന്നോ? എങ്കിലോക്കെ, ഞങ്ങൾക്കിത് ഓക്കെയാണ്. ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്യൂ. ഇതിൽ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ജോൺ 10 ഇൻസ്റ്റാൾമെന്റിൽ തിരിച്ചു തരുന്നതായിരിക്കും പൈസ എന്നാണ്. വായിച്ചു നോക്കിക്കോളൂ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ തന്നെ ലോൺ കിട്ടുന്നതായിരിക്കും. എല്ലാവരും സൈൻ ചെയ്തിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോയിക്കോളൂ. നമ്പർ 1, നമ്പർ 2, ഞാൻ ഈ ലോൺ എങ്ങനെ അടയ്ക്കുമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇവരുടെ കയ്യിൽ നിന്നും 50 lakhs വാങ്ങിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. പിന്നെ ഇവര് നമ്മൾ തെരഞ്ഞോണ്ടേ ഇരിക്കട്ടെ. അതിനുശേഷം സന്തോഷായിട്ടിരിക്കാം. ഓക്കേ. ഹലോ മിസ്റ്റർ ജോൺ, ഞങ്ങൾ തന്ന പൈസ എന്താ നിങ്ങൾ തിരിച്ചു തരാത്തത്? പണമോ? എന്ത് പണം? എന്ത് പൈസ? ആരുടെ പണം? ഈ പേപ്പർ വായിച്ചു നോക്കൂ. വായിച്ചു നോക്കാൻ. അതായത് ഞാൻ മിസ്റ്റർ ജോൺ ലോൺ കമ്പനിയിൽ നിന്ന് 500 കോടി രൂപ ലോൺ വാങ്ങിയിട്ടുണ്ട്. അതിനെ ഞാൻ 10 ദിവസത്തിനകം തിരിച്ചു തരാം. ഓഹോ, ഇതൊക്കെ എന്താ? ഇതിലെന്റെ സൈൻ ഉണ്ടല്ലോ, അതെങ്ങനെ വന്നു? ഇതിൽ വേറൊന്നു കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബോസ് കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്പർ 1ഉം നമ്പർ 2ഉം കാശ് തിരിച്ചു കൊടുക്കണമെന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇല്ല ഇല്ല, ഞാൻ ഇയാളുടെ വലിയ സുഹൃത്തല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തല്ലെങ്കിൽ അത് തെളിയിച്ച് കാണിക്ക്. ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അടിച്ച് ശരിയാക്കണം. എന്താ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും തന്നെ എന്നെ ഇങ്ങനെ ചെയ്യൂടാ. ഞാൻ നിങ്ങളുടെ ബോസ് അല്ലേടാ. വേണ്ടടാ, വേണ്ട, വിട്ടേക്ക്. ഇതെന്തോ ട്രാപ്പാണടാ, ചതിയാണ്. ഇത് തീർച്ചയായിട്ടും മോട്ടു പത്ലു ആണടാ. നിങ്ങളുടെ വേഷം മായ്ക്ക്.
ജോൺ, നീ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചു, പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സോറി പറയാനല്ലേ പറയുന്നുള്ളൂ. വരൂ എന്റെ കൂടെ. ഇന്ന് ഇനി നിനക്ക് ലോൺ വേണോ? പറ, പറ. അയ്യോ വേണ്ട മോട്ടു, വേണ്ട, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. വേണ്ട, സോറി, ഞാനാണ് നിങ്ങളെ എന്റെ വലയിൽ കുടുക്കിയത്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏയ് ജോൺ, നീ ശരിക്കും വെരി 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 ഗുഡ് ബോയ് ആണ്. ശരിക്കും എത്ര പെട്ടെന്നാ നീ എന്നോട് സോറി പറഞ്ഞത്. തീർന്നിട്ടില്ല, ഇനിയും കുറെ തല്ലുണ്ട്. പക്ലു, പിന്നെ ഡോക്ടർ ജഡ്ക, കസിറ്റർ, അവസാനം ഈ ഞാനും. ഇല്ല, എന്നെ തല്ലാൻ കഴിയില്ല. ഞാൻ ലോക്കപ്പിൽ പോയി കിടക്കാൻ പോവുകയാണ്. ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.